പ്രിപ്പറേഷൻ ടൈമിൽ സ്റ്റുഡൻസ് ഒരുപാട് മെൻ്റൽ ചാലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ട്. ലൈക്ക് അവർ ഫോക്കസ്ഡ് ആയിട്ട്, നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബ്രേക്ക് കിട്ടുമ്പം ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ, അവർക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു 1 ഇയറിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഭയങ്കര ഹാർഡ് വർക്കും അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു ടൈമാണ്. പ്രത്യേകിച്ച് പാരൻസിൻ്റെയും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും, അതുപോലെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പലപ്പോഴും ആൾക്കാർക്ക് കല്യാണം കഴിക്കാനുള്ള വീട്ടിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങൾ ഒരുമിച്ചുണ്ടാവും. അതൊക്കെ അവർ ഓവർകം ചെയ്തിട്ടാണ് ശരിക്കും ഒരു സിവിൽ സർവൻറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പോൾ കറൻ്റ്ലി ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇൻഫാക്ട് അപ്പോൾ പല അക്കാഡമീസിൽ അവർ പഠിക്കുന്നുണ്ടാവും, പല സ്ഥലങ്ങളിലും ഓൺലൈൻ ജോയിൻ ചെയ്ത ക്ലാസ്സസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പല സ്ഥലങ്ങളിൽ പഠിക്കുന്നുണ്ടാവും. ശരിക്കും ഇതെല്ലാം കൂടി ഒരു ക്യാപ്സ്യൂൾ ആക്കിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിൻ്റെ അടുത്ത്. അവർക്ക് പെട്ടെന്ന് ഒരാൾക്ക് എപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് ശരിക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രഗിളായി പോവാം മുന്നോട്ട്, അതോ കാരണം അറ്റൻഡൻസ് കിട്ടൂല്ലേ, ക്ലിയർ ആവുമല്ലേ എന്നൊരു ഡൗട്ടായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഉണ്ടാവുക. അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ളതുണ്ടോ? നമ്മൾ പണ്ടുണ്ടായിരുന്നത് കാരണം എല്ലാവരും ഡൽഹിയിൽ പോയി പഠിച്ചാലാണ് UPSC ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറി. കാരണം നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ പല ജില്ലകളിലും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കോച്ചിങ് എന്ന് പറഞ്ഞത് ഓരോരുത്തർ പേഴ്സണൽ ഡിഫറൻസ് ആണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ സൊസൈറ്റി സോഷ്യൽ സ്റ്റഡീസ് ബാക്ക്ഗ്രൗണ്ട് കുറവാണ്. ഞാൻ സയൻസ് ആയിരുന്നു +2 എടുത്തത്, പിന്നെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പോൾ അത്തരം സബ്ജക്ട്സ് ഒരു സത്യം പറഞ്ഞാൽ അതൊരു പുതിയ സബ്ജക്ട്സ് പോലെ തന്നെയാണ്. നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ചതല്ലാതെ അതിലപ്പുറം നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോച്ചിങ് കിട്ടിയാൽ കൊള്ളാം. കാരണം പുതിയൊരു സബ്ജക്ട്സ് നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വേറൊരാൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ എനിക്കത്, ചിലർക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ പലരും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് പ്രിഫറൻസ് ഏതാണോ അതിനനുസരിച്ച് കോച്ചിങ് എടുക്കാമെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഇന്ന സ്ഥലത്ത് പോയാലേ പഠിച്ചാൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്നിടത്തിൽ പോയി പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ കോച്ചിങ് എന്ന് പറയുമ്പം ഒരു ക്വാളിറ്റി കണ്ടൻറ്റ്, പിന്നെ നമ്മളെ ഒരു എന്താ പറയുക, റൈറ്റ് ആയിട്ടുള്ളൊരു പാത്തിലൂടെ നമ്മളെ മെൻറ്റർ ചെയ്യുന്ന ഒരാൾ എന്നുള്ളതൊക്കെ തന്നെയാണ് സപ്പോർട്ട്. മെൻ്റലായാലും എഡ്യൂക്കേഷൻ സപ്പോർട്ടായാലും അങ്ങനെ ഒരാൾ, ഇതൊക്കെയാണ് കോച്ചിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മളെ എഫേർട്ടാണ്. അവർക്ക് അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കി നമ്മൾ ഇടുന്ന ഇതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ലൈഫിൽ ഈ ജേർണിയിൽ ഉണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡ് വർക്ക്, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, കൃത്യമായിട്ടൊരു സ്റ്റഡി ഷെഡ്യൂൾ അല്ല അല്ലേ? സോ ലൈക്ക് എന്താ പറയുക, ഇത്രയും ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇനി ആരോടും പറയാത്ത ആ ഒരു ചെറിയ രഹസ്യം ഉണ്ടല്ലോ, അത് നെക്സ്റ്റ് ഒരു അറ്റംപ്റ്റ് കൂടി ചിലപ്പോൾ എഴുതി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത്. അപ്പം അത് തീർച്ചയായിട്ടും അതിനും കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.